വാർത്തകളിലേക്ക് വിശദമായി. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ. ഇന്ന് തിരുവനന്തപുരം ദർബാർ ഹാളിലും ആലപ്പുഴയിലെ വീട്ടിലുമാണ് പൊതുദർശനം. ഇന്നലെ AKG സെന്ററിലെ പൊതുദർശനത്തിൽ ആയിരങ്ങളാണ് മുദ്രാവാക്യം വിളിച്ച് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. VS-ന്റെ ഭൗതിക ശരീരം രാവിലെ 9 മണി മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. VS-നോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് 3 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധിയാണ്. എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ദർബാർ ഹാളിൽ പൊതുദർശനത്ത് വെച്ച VS-ന്റെ ഭൗതിക ശരീരത്തിൽ ഗവർണർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അഭിജിത്ത് ചേരുന്നു. അഭിജിത്ത്, VS-ന്റെ ഭൗതികദേഹം ഇപ്പോൾ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. VS സംസ്ഥാനത്തിൻ്റെ ഭരണാധിപനായിരിക്കെ നിരവധി വികസന ക്ഷേമകാര്യങ്ങൾക്കൊക്കെ വേണ്ടി യോഗം ചേർന്ന ദർബാർ ഹാളിലാണ് അദ്ദേഹം ഇപ്പോൾ നിശ്ചലനായി കിടക്കുന്നത്. എങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രം VS-ന് അന്തിമ യാത്രാമൊഴിയേകുന്നത്? ദിബീഷ്, നമുക്കറിയാം ഇന്നലെയാണ് വിപ്ലവ നാടിൻ്റെ സൂര്യൻ വിട പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ നാനാ ദിക്കുകളിൽ നിന്നും ആയിരങ്ങളാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്നലെ മുതൽ SUT ആശുപത്രിയിൽ നിന്നും മൃതദേഹം AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുമ്പോൾ മുതൽ തുടങ്ങിയ ജനങ്ങളുടെ ഒഴുക്ക് ഇപ്പോഴും ജനസാഗരമായി തന്നെ തലസ്ഥാന നഗരിയിൽ നിലനിൽക്കുകയാണ്. ഓരോ അണികളിൽ നിന്നും അല്ലെ സഖാക്കളിൽ നിന്നും നാനാ തുറകളിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് പോലും കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യവും മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ള ആ ഒരു വാക്യങ്ങളും ഒക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തലസ്ഥാന നഗരിയിൽ ഇന്നലെ രാത്രി മുതൽ മുഴങ്ങിക്കേട്ട ആ ഒരു വിപ്ലവങ്ങളും അഭിവാദ്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമുക്കറിയാം നാളെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലുള്ള പൊതുദർശനം. വൈകിട്ടോടുകൂടി ചുടുകാട്ടിൽ, വലിയ ചുടുകാട്ടിൽ, അതായത് പുന്നപ്ര വയലാർ സമര സേനാനികൾ അന്തിയുറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിനും വിശ്രമം സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരങ്ങൾ നടക്കുക. അവിടെയും 2000-ൽ പരം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമടക്കം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒഴുക്കാണ് ഇപ്പോഴും ദർബാർ ഹാളിലടക്കം കാണുന്നത്. ഇന്നലെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് പുറമെ രാത്രി വൈകിയാണ് തിരുവനന്തപുരത്തെ മകൻ്റെ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ നിശ്ചലമായ ശരീരം എത്തിക്കുന്നത്. തുടർന്ന് അവിടെയും പാർട്ടിയുടെ നേതാക്കളും പൊതുജനങ്ങളും അടക്കം അവിടെയും എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്നും രാഷ്ട്രീയ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും രാഷ്ട്രീയ നേതാക്കളടക്കം വന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയും രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് അദ്ദേഹത്തിന് ശ്വാസതടസ്സത്തെ തുടർന്ന് SUT ആശുപത്രിയിൽ പ്രവേശിക്കുന്നത്. പിന്നീട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതം, ഒരു നൂറ്റാണ്ട് പിന്നിട്ട ജീവിതം, അതിൽ 8 പതിറ്റാണ്ട് കാലവും CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാവ് തൻ്റെ അവസാന ദിനങ്ങളിലും ആശുപത്രി കിടക്കയിൽ പോലും അദ്ദേഹം ജീവിതത്തിൽ പോരാടുകയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഏകദേശം 1 മാസത്തോളം നീണ്ട പോരാട്ടമാണ് അദ്ദേഹം ആശുപത്രിയിലും കാഴ്ചവെച്ചതെന്ന് ഈ നിമിഷം നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രത്തോളം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുമ്പോൾ പോലും ഇടയ്ക്ക് മെഡിക്കൽ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം കൃത്രിമ ശ്വാസത്തിനപ്പുറത്തേക്ക് സ്വന്തമായി ശ്വാസം വലിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത്രത്തോളം ആ ഒരു സമയത്ത് പോലും പോരാടുകയായിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും കേരളം അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം കാത്തിരുന്ന ഒരു വിങ്ങലോട് കാത്തിരുന്ന ഒരു വിയോഗമാണ് ഇപ്പോൾ ഇന്നലെ വൈകിട്ടുണ്ടായത്. ആ ഒരു വിടവാങ്ങൽ രാഷ്ട്രീയ കേരളത്തിന് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ നഷ്ടമെന്നാണ് എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇപ്പോഴും കഴിഞ്ഞ കാലങ്ങളിലെ തങ്ങളുടെ സഹപ്രവർത്തകരും നേരത്തെ ദർബാർ ഹാളിലെ PK ഗുരുദാസൻ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്ന മന്ത്രി അടക്കം അദ്ദേഹവും ശാരീരികമായി വളരെ അവശത അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹവും VS-ന് വിട നൽകാൻ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തി. അങ്ങനെ
വലിയ രീതിയിലുള്ള ഒഴുക്കാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിലേക്ക് ദർബാർ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാനാ ദിക്കുകളിൽ നിന്നും നമുക്കറിയാം സമര പോരാട്ടങ്ങളുടെ ചരിത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ബാക്കി വെച്ചു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ എന്ന പോലെ തന്നെ സമരമാണ് ജീവിതം. ആ സമര പോരാട്ടത്തിൽ സമര നേതാവായി തൊഴിലാളികളുടെയും അധകൃതരായവരുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും ഒക്കെ നേതാവായി സ്വന്തം ശരീരം പോലും രാജപ്രഭുക്കന്മാരുടെ സേനാനികൾക്ക് മുന്നിൽ അടിയറ വയ്ക്കാതെ ആ മർദ്ദനങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ജനതയ്ക്ക് വേണ്ടി പോരാടിയ ഒരു നൂറ്റാണ്ട് കണ്ട നേതാവാണ് ഇപ്പോൾ നമ്മെ വിട്ട് പിരിയുന്നത്. അതിൻ്റെ എല്ലാ ദിക്കുകളിൽ നിന്നും അതിൻ്റെ ഒരു വിങ്ങൽ ഇപ്പോഴും രാഷ്ട്രീയ കേരളത്തിൽ നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ കേരളം ഒന്നായി തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നു. ഇപ്പോൾ ദർബാർ ഹാളിലാണ് പൊതുദർശനം നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ദേശീയപാതയിലൂടെ ആലപ്പുഴയിലെ വസതിയിൽ എത്തിക്കും. അത് എത്രത്തോളം കഠിനമെന്ന് പറയേണ്ടി വരും ആ യാത്ര. കാരണം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ EMSൻ്റെ അല്ല EK നായനാരുടെയും ഏറ്റവും അവസാനമായി ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ ഒരു വിലാപയാത്ര നാം കണ്ടതാണ്. രാഷ്ട്രീയ കേരളം എത്രത്തോളമാണ് അവർക്ക് ആ സമയത്ത് വിട നൽകിയെന്ന് കാണാം. ഓരോ വഴിയോരങ്ങളിലും ആയിരങ്ങളാണ് ഇവർക്കൊക്കെ വിട നൽകാൻ വഴിയോരങ്ങളിൽ നിന്നിരുന്നത്. ഇതിന് സമാനമായി തന്നെ ദേശീയപാതയിലൂടെ VS-ഉം അവസാന യാത്ര നടത്തുമ്പോൾ എല്ലാ ദിക്കിൽപ്പെട്ടവരും ഒരു നോക്ക് കാണുവാൻ ഈ വഴിയോരങ്ങളിലൊക്കെ തന്നെ കാത്തു നിൽക്കുന്നു. ഇപ്പോഴും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ അതാണ് തെളിവായി കാണിക്കുന്നതും. കാരണം ഇപ്പോൾ തന്നെ എല്ലാ ദിക്കുകളിൽ നിന്നും ആളുകൾ ഇത്തരത്തിൽ ഹൈവേയുടെ വശങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം ആ സമയകൃത്യത പാലിക്കാൻ കഴിയുമെന്ന് ഇപ്പോഴും പാർട്ടി നേതൃത്വത്തിന് ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നാളെ ഇന്ന് രാത്രി 9 മണിക്കാണ് വീട്ടിലെത്തിക്കുന്നതെന്നാണ് വേലിക്കകത്ത് വീട്ടിലെത്തിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എത്രത്തോളം സമയകൃത്യത പാലിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. എന്തായാലും പരമാവധി ആളുകളെ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാൻ അവസരമൊരുക്കി കൊടുക്കുക എന്നുള്ളത് പാർട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം കാത്തു നിൽക്കുന്നവർക്ക് എല്ലാവർക്കും VS-നെ ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന വഴിയിലൊക്കെ തന്നെ വിലാപയാത്ര അത്രത്തോളം മെല്ലെയായിരിക്കും സഞ്ചരിക്കുക എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും പല സെൻറ്ററുകളും കേന്ദ്രങ്ങളും ഇതിനോടകം പാർട്ടി നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന വഴികളിലൂടെയൊക്കെയാണ് അദ്ദേഹം കടന്നു വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു ഒഴുക്കും സാധ്യമാകുമെന്ന് കരുതാം. എന്തായാലും ഈ VS-ന് നൽകുന്ന ഒരു വിട അത് രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് കൂടിയുള്ള ഒരു വിടവാങ്ങലാണ്. രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു പാഠപുസ്തകമായി VS ഇനി എന്നും നിലനിൽക്കും, ഓർമ്മകളിൽ നിന്നും സ്ഫുരിക്കും. എന്തായാലും അത്തരത്തിലുള്ള ഒരു നേതാവിനെ ജനങ്ങൾക്ക് നഷ്ടമാകുമ്പോൾ, ജനങ്ങളുടെ നേതാവിനെ നഷ്ടമാകുമ്പോൾ രാഷ്ട്രീയ കേരളത്തിനുണ്ടായ വിടവ് അത് നികത്താൻ പറ്റാത്തതാണ്. എല്ലാ നേതാക്കളും അതുതന്നെയാണ് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നതും. എന്തായാലും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തെ അനുശോചിച്ച് ആ അനുശോചനങ്ങളിലൊക്കെ തന്നെ VS എന്ന മഹാൻ്റെ അല്ല VS എന്ന സമര പോരാളിയുടെ, VS എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ, VS എന്ന ജനനായകൻ്റെ പുകഴ്ത്തലുകൾ നമ്മൾ കണ്ടു. അദ്ദേഹത്തെ അത്തരത്തിലൊരു വാക്കുകളിലൂടെ അല്ലാതെ ഒരിക്കലും ഒരു ജനതയ്ക്ക് ഓർക്കാൻ കഴിയുകയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളും പാർട്ടി തലസ്ഥാന നഗരിയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിച്ച് ദേശീയപാതയിലൂടെ ആലപ്പുഴയിൽ എത്തിക്കും, ജന്മനാട്ടിലെത്തിക്കും, വേലിക്കകത്തെ വീട്ടിലെത്തിക്കുന്നു രാത്രി 9 മണിയോടെ എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും സമയകൃത്യത എത്രത്തോളം പാലിക്കാൻ കഴിയുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്നാൽ പോലും നാളെ രാവിലെ 9 മണിയോടുകൂടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാവും പൊതുദർശനം വെക്കുക. തുടർന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. തുടർന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത് വലിയ ചുടുകാടിൽ സംസ്കാരം നടത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ജനസാഗരങ്ങൾ ഇപ്പോൾ തന്നെ നഗരവീഥികളിലൊക്കെ തന്നെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ ഓരോ കേന്ദ്രങ്ങളിലും ഇനിയും ജനങ്ങൾ ഒഴുകിയെത്തും. എന്തായാലും അദ്ദേഹത്തിന് അവസാനമായി, കാരണം കാണാത്തവരുണ്ട്, ആദ്യം കാണുന്നവരുണ്ട്, മുൻപേ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ലാണലകളും താങ്ങും തണലുമായി നിന്നവരൊക്കെ തന്നെ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇപ്പോഴും ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് നമുക്കും കാണാൻ കഴിയുന്നത്. ലിബീഷ്.
കേരളത്തിന്റെ സമര സൂര്യന് അന്ത്യാഭിവാദ്യം നേരുകയാണ് തലസ്ഥാന നഗരം. സമഗ്ര വിവരങ്ങളാണ് അഭിജിത്ത് നൽകിയത്.